കണ്ണാടി നോക്കുന്നതിനെക്കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു എന്ന് പറയട്ടെ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം. ഒരുത്തൻ വചനം കേൾക്കുന്നവൻ എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. അതായത് നമ്മളെന്തിനാ കണ്ണാടി നോക്കുന്നേ? ശരിക്കും ഉത്തരം പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളെ കണ്ട് ആസ്വദിക്കാനാണോ? അല്ല. നമ്മളെ മറ്റുള്ളവർ കാണുമ്പോൾ അപമാനിക്കാൻ ഒന്നും ഇല്ലാതിരിക്കേണ്ടതിന് നമ്മുടെ മുഖവും മുടിയും വേഷവും തിരുത്തപ്പെടേണ്ടത് എന്തെങ്കിലും ഉണ്ടോ എന്ന് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് നോക്കി തിരുത്താനാണ് കണ്ണാടി നോക്കുന്നത്. പുറത്തു പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ കണ്ണാടി നോക്കാറില്ല. വരുന്ന വഴി ഡ്രസ്സ് മാറുകയാണ്, സ്വസ്ഥമായിട്ടൊന്ന് കുളിക്കുകയാണ്. പക്ഷേ കണ്ണാടിയുടെ ഉപയോഗം പുറത്തേക്ക് പോകുമ്പോഴാണ്. എൻ്റെ മോള് എന്നോട് കൂടെ തിരുത്തൽ മെഡിസിൻ ഉപയോഗിക്കാറുണ്ട്. ഏതെങ്കിലും കാര്യത്തിൽ മുടി വെട്ടിയതിലോ ഷർട്ട് ഇട്ടതിലോ ബോഡി ലാംഗ്വേജിലോ എന്തെങ്കിലും ഒരു മൈനസ് മാർക്ക് ഇടാവുന്ന കാര്യമുണ്ടോയെന്ന് അവളിങ്ങനെ നോക്കിയിരിക്കും. മൂത്തയാൾ അമിത സ്നേഹം കാരണം കുറ്റപ്പെടുത്തത്തില്ല. രണ്ടാമത്തെ ആൾക്ക് സ്നേഹമുണ്ട്, കരുതലുമുണ്ട്. അപ്പ ഒരിടത്തും ചെറുതാകരുത്, അപ്പ ഒരിടത്തും തോക്കരുത് എന്ന് അവൾക്ക് നിർബന്ധമുള്ളത് കൊണ്ട് അവളിങ്ങനെ തിരുത്തിക്കൊണ്ടേയിരിക്കും. പറഞ്ഞു വരുന്നത്, വചനമെന്ന ഈ കണ്ണാടിയുടെ ഉപയോഗം പുറത്തേക്ക് പോകുമ്പോഴല്ല, നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, വിശേഷാൽ രാത്രികാലങ്ങളിൽ, പ്രഭാതത്തിൽ ഉണർന്ന് ദൈവവചനം ധ്യാനിച്ച് നമ്മളെ ഇതിനകത്ത് കാണണം. നോക്കൂ, ദാവീദ് തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്. 19-ാം സങ്കീർത്തനം ബൈബിളിനെ കുറിച്ചുള്ള മനോഹരമായ പാട്ടാണ്. അദ്ദേഹം പറയാണ്, ഇതിങ്ങനെ ഞാൻ ധ്യാനിക്കുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ കുറവുകളെ കണ്ടുപിടിക്കാൻ കഴിയുന്നു. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി അടിയനെ മോചിപ്പിക്കണമേ. ഇങ്ങനെ ലൈഫിൽ തിരുത്തലുകൾക്കുള്ള ഒരവസരവും കളയാതിരിക്കുക. മോർ ബെറ്റർ, ഇന്നത്തേക്കാൾ നല്ലവരായി, ഇന്നത്തേക്കാൾ ആത്മീയരായി, ഇന്നത്തേക്കാൾ പ്രത്യാശയുള്ളവരായി, ഇന്നത്തേക്കാൾ ദർശനമുള്ളവരായി നാം തീരും. ഗോഡ് ബ്ലെസ് യു.